ഹലോ ഗൈസ്, നമസ്കാരം. ഉച്ചയ്ക്ക് തുടങ്ങുന്ന ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്. വിചാരിച്ച പോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരു ബർത്ത്ഡേ കൂടെയാണ്. എനിക്ക് ഇന്നലെ മൈഗ്രെയിൻ ട്രിഗറായിട്ടുണ്ടായിരുന്നു. മൈഗ്രെയിൻ ആണെങ്കിൽ വന്നാൽ എനിക്കൊരു 24 to 48 മണിക്കൂർ വരെയെങ്കിലും എടുക്കും അതിൻ്റെ മുഴുവൻ ഹാങ് ഓവർ ഒന്ന് മാറാൻ. ഒരു 4-5 വർഷം മുന്നേ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മൈഗ്രെയിൻ വരുമായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ട്രിഗർ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ പാണ്ടിനും സംക്രാന്തിക്കൊക്കെയാണ് മൈഗ്രെയിൻ വരാറുള്ളൂ. ഇന്നെന്തായാലും കാര്യമായ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു കഫേയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണേ. അപ്പം ഇനി ലഞ്ച് കഴിക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്നലെ ചെറിയൊരു ഗിഫ്റ്റും കാര്യമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഉച്ചയ്ക്ക് ശേഷം തലവേദന ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ ഞാനും റോസും പ്രതുവും കൂടെ ഒരു ഗിഫ്റ്റ് അന്വേഷിച്ചിറങ്ങിയതാണ്. വിഷ്ണുവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സേഫ് ഗിഫ്റ്റ് എപ്പോഴും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം ആണ്. അതുകൊണ്ട് മീഡിയ മാർട്ടിൽ വന്നിട്ട് ഒരു മോണിറ്റർ വാങ്ങിക്കാവുന്ന ഒരു പ്ലാനിലാണ് നമ്മളിവിടെ എത്തിയത്. അങ്ങനെ നമുക്കൊരു ചെറിയ പണി കിട്ടി. ഇവിടെ നമ്മുടെ സാധനം അവൈലബിൾ അല്ലാത്തത് കാരണം നമ്മൾ ആംസ്റ്റർഡാം നൂർദ് പോവുകയാണ് അല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ട് വിഷ്ണു മനസ്സിലാക്കണത് കാണും. നമ്മുടെ ഡെഡിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ആകെ മനസ്സിൽ വിചാരിച്ച് തലേന്നാണ് വന്ന് നോക്കിയത്. റോസിന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് റോസിന് നമുക്ക് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും പ്രതുവും കൂടെ ആംസ്റ്റർഡാം നൂർദിലോട്ട് പോകാന്നാ വിചാരിച്ചേട്ടോ. നമ്മുടെ രണ്ടുപേരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. നമുക്ക് നേരെ പോകുന്നു, പിക്ക് ചെയ്തെടുക്കുന്നു, വരുന്നു എന്നുള്ളത്. അതെ, ഇപ്പൊ പിക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം ബെൽജിയം ബോർഡർ വരെ ട്രാവൽ ചെയ്യേണ്ട അവസ്ഥയായി. കുറച്ച് തള്ളലായി പോയില്ലേ? അത്രയില്ല, ആംസ്റ്റർഡാം നൂർദ് വരെ. അവിടെ ഉണ്ടോന്ന് ഉറപ്പില്ല കേട്ടോ, ഒറ്റ പീസേ ബാക്കിയുള്ളൂ എന്നാ പറഞ്ഞത്. അതല്ലാതെ എന്താ ഗിഫ്റ്റ് ചെയ്യാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത്തവണ ഭയങ്കര തിരക്ക് പിടിച്ച കുറച്ച് ദിവസങ്ങളാവുകൊണ്ട് ഒരു പ്ലാനിങ് ഇല്ല. വിഷ്ണു ഇപ്പൊ വീട്ടിൽ നിന്ന് ഓൾറെഡി വർക്ക് ചെയ്യുന്നത് ഒരു സ്ക്രീൻ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒരു വലിയ സ്ക്രീൻ വാങ്ങിക്കണം എന്നുള്ള ഐഡിയ ഒക്കെ പറയാൻ വേണ്ടി തുടങ്ങിയിട്ട്. പുള്ളി ഇങ്ങനെ ഐഡിയ പറയുന്നല്ലാതെ പുള്ളിയായിട്ട് എഫേർട്ട് എടുത്ത് പോയി വാങ്ങിക്കുന്ന സംഗതികളൊക്കെ പൊതുവേ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. പ്രതുവിന്റെ അഭിപ്രായത്തിൽ LGയുടെ സ്ക്രീൻ അടിപൊളിയാണല്ലേ? ചേട്ടന്റെ അഭിപ്രായത്തിൽ അത്. അപ്പൊ നമ്മൾ സാധനം എടുത്തു, ഇനി വീട്ടിൽ പോവുകയാണ്. വലിയൊരു പ്ലാനിങ് ഒന്നും ഉള്ള ബർത്ത്ഡേ അല്ല കേട്ടോണ്ട് എനിക്കറിയില്ല എങ്ങനെയാവും എന്നുള്ളത്. ലെറ്റ്സ് സീ. പ്രതുവും കൂടെ വീണ്ടും കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവര് ഭയങ്കര ഹെൽത്തി കപ്പിളാട്ടോ. വന്നു, ഭക്ഷണം കഴിച്ചു, 1 മണിക്കൂർ റെസ്റ്റ് എടുത്തു. അതിനുശേഷം ജിമ്മിൽ പോകാൻ വേണ്ടി പോവുകയാണ്. വിഷ്ണു സ്വിമ്മിങ്ങിന് പോയിക്കുകയാണ്. തിരിച്ച് ഇങ്ങോട്ട് വരുന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ കേക്ക് ഓടിപ്പോയി വാങ്ങിയിട്ട് വരാം. ഇന്ന് പ്രതുവിനും എനിക്കും വിഷ്ണുവിനും ഒക്കെ ഒരു ലോങ് ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ടയർഡാണ്. നമ്മൾ ആൽബർട്ടയിൽ നിന്ന് ഒരു ചെറിയ കേക്കാണ് വാങ്ങിക്കുന്നത്. പൊതുവേ കേക്ക് കട്ടിങ് ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്യാറില്ല. കാരണം എപ്പോൾ കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മളധികം മധുരം അങ്ങനെ കഴിക്കാത്ത ആൾക്കാരായത് കാരണം എപ്പോഴും കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അത് ഡസ്റ്റ്ബിന്നിലോട്ട് പോകും. അപ്പോൾ കേക്ക് കട്ടിങ് വേണ്ടാന്ന് തീരുമാനിച്ചായിരുന്നു. പക്ഷേ ഈ ബർത്ത്ഡേക്ക് ഒന്നുമില്ല, കാര്യമായിട്ട് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗീതുവിനെ അവിടുന്ന് കേക്ക് കട്ടിയുണ്ട്. ഗീതും പ്രതുവും കൂടെ. പ്രതു കഴിക്കില്ല, ഗീതു കഴിക്കുമായിരിക്കും കേക്ക്. അതുകൊണ്ടൊരു കുട്ടി കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഏറ്റവും ചെറുത്, കാണാനൊരു രസമൊക്കെ ഉണ്ട് അല്ലേ? പ്രതു അപ്രൂവ് ചെയ്തോ? ഒരു കാൻഡിലും കൂടെ എടുക്കാം. അപ്പുറത്താ പ്രതുവിന്റെ നോർമൽ വാക്ക് ഉണ്ടല്ലോ, എനിക്കൊരു 100 മീറ്റർ മാരത്തോൺ ആണ്. മാരത്തോൺ അല്ല, 100 മീറ്റർ റേസ് ആണ്. എന്തൊരു ഫാസ്റ്റായിട്ട് നടക്കറിയോ? പ്രായണ്ട് ശരി, പ്രായമായിരിക്കണം. കാപ്പ് വേണോ? കാപ്പ് ഒരാവശ്യമില്ല, ഇത് മാത്രം മതി. ഇതൊക്കെ തന്നെ ഓവറാണോ? മതിയില്ലേ? അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളിനി പോവാണ്. ഞാൻ ഇവരുടെ വീട്ടിലോട്ടാ പോണേ. കാരണം വിഷ്ണുവിന് ഇന്ന് ഓഫീസിൽ കുറച്ച് ഹെക്റ്റിക് ഡേ ആയിരുന്നു. അതുകൊണ്ട് ഒന്ന് വന്ന് എല്ലാവരുടെ ഒപ്പം ഒന്ന് ചില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ പോയിരിക്കട്ടെ. ഇവർ ജിമ്മിന് പോവും. വിഷ്ണു കണ്ടോ, എനിക്ക് റിപ്പീറ്റേഷൻ വരുന്നത്, നീന്തി വരും. അത് നമ്മൾ തിരിച്ചെത്തി. ഇനി അകത്തോട്ട് പോവാം. നമ്മുടെ പ്ലാനിനൊക്കെ പെട്ടെന്നൊരു ചേഞ്ച് വന്നു. അപ്പോൾ തൽക്കാലം ഈ ഒരു ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ബാക്കി നമ്മുടെ ഇപ്പോൾ വാങ്ങിയ സ്ക്രീനില്ലേ, അത് പ്രതുവും ഗീതുവും ജിമ്മിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാമെന്നാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോൾ വിഷ്ണു ഗിഫ്റ്റ് അവിടെ കാണുന്ന പോലെ. എന്താ വേണേ? കേക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയി നമ്മൾ
ഈ സെന്റർ ടേബിളിന്റെ ഉള്ളിലാണ് വെക്കുന്നത്. വേറെ എല്ലാ സ്ഥലവും വിഷ്ണു വന്ന ആദ്യം തുറക്കി കൊടുത്ത ഫ്രിഡ്ജാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അകത്ത് വെക്കാതെ ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. ഇനി പ്രഭുവും ഗീതും കൂടെ ജിമ്മിൽ പോവാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീൻ എടുത്തിട്ട് നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് പോകുന്ന വിഷ്ണുവിന് വീട്ടിലെത്തുമ്പോൾ ഗിഫ്റ്റ് കാണും അല്ലേ? ഇതൊക്കെ നമ്മുടെ പ്ലാൻ. എന്താണെന്ന് അറിയില്ല. ഹെവി മീൽ കഴിഞ്ഞ് കിടന്നുറങ്ങുക. പക്ഷെ ഞാൻ കേൾക്കൂല. എന്റെ ഡെഡിക്കേഷനിൽ ഞാൻ പോകുന്നു. ഗീതയുടെ ഡെഡിക്കേഷൻ എന്താന്ന് അറിയോ? മെട്ടി വയറ് നിറച്ച് കഴിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് ജിമ്മിൽ പോവാ. നിങ്ങൾ ജിമ്മിക്ക് ടൂർ പോവാ? വെള്ളം സ്നാക്സും. ഞാൻ കുറച്ചായിരുന്നു മൈബോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ വിഷ്ണു എത്തിയിട്ടുണ്ട്. ഹലോ, നിങ്ങൾ മാരക പ്ലാനിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ കുളിക്കാൻ എനിക്ക് ഭയങ്കര ചൂടെടുക്കണം. എന്റെ കവളൊക്കെ ചുമന്നിരിക്കണുണ്ടോ? അപ്പൊ സമയം 11:30. പെട്ടെന്നൊന്ന് ഞാൻ നീലയിലേക്ക് ഇറങ്ങാം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും നാടകം ഉപയോഗിച്ച് വിഷ്ണുവിന്റെ മോളിലോട്ട് വിളിക്കുന്നു. എന്നിട്ട് അപ്പൊ ഗീത് കേക്ക് എങ്ങോട്ടോ എത്തിക്കുന്നു. കാൻഡിലും ലൈറ്ററും വെക്കണം. മറ്റേ ബലൂൺ വീർപ്പിക്കാനും ഉണ്ട്. ഞാൻ 1 മിനിറ്റ് മേളിൽ ഏത് സമയം കൊണ്ട് ചെയ്യണം? വേണ്ട, അതാ ഞാൻ പറഞ്ഞത്. വിഷ്ണു താഴെ 1 മിനിറ്റ് പ്ലാൻ ചെയ്തത്. ഇതൊട്ടും സ്ട്രക്ചേർഡ് അല്ലാത്തൊരു വ്ളോഗാന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്കും എഡിറ്റ് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് ഇത്രേ ചെയ്യാൻ വേണ്ടി പറ്റിയുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കിങ്ങനെ ബർത്ത്ഡേസും കാര്യങ്ങളും ഒന്നും മിസ് ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഒരു ലൈനിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്. നമ്മൾ വീർപ്പിച്ചു 3. ഒരു രക്ഷയില്ല. 6 പോയാലോ? Happy birthday. ഗീതയുടെ രസം. Happy birthday dear പൊട്ടിനോ. പൊട്ടിയാ? Birthday to you. Happy birthday dear Vishnu. Happy birthday to you. 36 വേണ്ടായിരുന്നല്ലോ. കാൻഡിലിന് 3 ഉണ്ട്, കയ്യിൽ 6 ഉണ്ട്. അവസാനം ബാക്കിലോട്ട് അല്ല, എനിക്ക് 30. എന്നെക്കാളും പ്രായം കുറച്ച്. അമ്മു ചേച്ചിനേക്കാളും 10 വയസ്സ് താഴെ. എനിക്ക് ഉപയോഗിക്കാം 39. ആക്ച്വലി പ്രായം കൂടുമ്പോ വിഷമമുണ്ടോ? എനിക്കും തോന്നാറില്ല. വൈ ഇസ് ദാറ്റ്? വിഷ്ണു എന്നോട് പറഞ്ഞായിരുന്നു 29 കഴിഞ്ഞ് 30 കിടന്നപ്പോ വിഷ്ണുവിന് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് പക്ഷെ ഒരു ഡിഫറൻസ് തോന്നിയായിരുന്നില്ല. എനിക്ക് 25 കഴിഞ്ഞ് 24 ഞാൻ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആണ്. Long Sasalefa, long Sasalefa, long Sasalefa in the Gloria, in the Gloria, in the Gloria. Hooray! ഇന്ന് സ്വിമ്മിംഗ് ക്ലാസ്സിൽ വിഷ്ണുവിന് കുറച്ച് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ തോന്നുന്നു ഇന്ന് പുള്ളി നല്ല ഫോമിലായിരുന്നു. അതിനുള്ള മറുപടിയും പറയാനുള്ള ഹാപ്പി ബർത്ത്ഡേ എല്ലാരും നല്ല പ്രായമുണ്ടെന്ന്. ആദ്യം അടുത്ത കഴിഞ്ഞ ഭാര്യ കൊടുക്കും.
ഗിഫ്റ്റ് കൊടുക്കാണ്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന പല കാക്ടസ് ഒക്കെ കാക്ടസോ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ സമയത്ത് അത് പറഞ്ഞു ആ ഡ്രോന്റെ അത് ഗിഫ്റ്റ് പോയി എടുത്തോ ഞാൻ പോവാണ് ഞാൻ എന്ത് വൻ പ്രതീക്ഷിക്കും കാക്ടസ്. എന്താ ഈശോ അങ്ങനെ ചെയ്തത്? അപ്പൊ ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാക്ടസ് കൊടുക്കാന്ന് വിചാരിച്ചു. വിഷ്ണു ആണെങ്കിൽ ഗിഫ്റ്റ് പക്ഷെ എന്തൊരു ഗിഫ്റ്റ് ഉണ്ട് ഗസ് ചെയ്യാൻ പറ്റുമോ? പൂവിളി പൂവിളി ഗ്ലൂ തരാറില്ല, ഞാൻ ആർക്കും ഗ്ലൂ കൊടുക്കാറില്ല. ഓ ക്ലൂ ആണ് പറഞ്ഞത്, ഞാൻ പൂന്നാണ് കേട്ടത്. പറയൂ എനിക്കറിയില്ല. പറയൂ. ഷൂ ആണ്. ഇതൊക്കെ ഗിഫ്റ്റ് ആയിട്ടാണ് തരുന്നത്. ഞാൻ പണിയെടുക്കൂല. എനിക്കിത് വേണ്ട. എനിക്കിത് വേണ്ട. ഇത് മതി. അയ്യോ, എനിക്ക് ഇഷ്ടമല്ല. ഇത് നല്ല ഇത് നോക്കി നോക്കുന്നത് കാരണം എടാ വിഷ്ണു വീഡിയോന് വേണ്ടി സന്തോഷം കാണിച്ചോ? ഇതില് നമുക്ക് വേണ്ട തണുത്ത സാധനങ്ങളൊക്കെ വെക്കാം. ഇത് ഫ്രൂട്ട്സ് ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാം. എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഇത് പിടിച്ചാട്ടി പേശ് ഇട്ടോ ഇതെനിക്ക് വേണ്ട. എന്തിനാണ് സെറ്റ് ചെയ്തിട്ട് വരും. ഞാൻ ഉപയോഗിക്കലോട്ടെ. അത് ഉപയോഗിച്ചു. അങ്ങനെ എടുത്ത് നമുക്ക് ഡിക്കിക്കകത്ത് വെക്കാം. നീ പൈസ അതെ, പല ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കൺവിൻസ് ഹോൾഡബിൾ ഡിസൈൻ. ഇതിൽ ബിയർ വയ്ക്കും, ഇതിൽ കൊച്ചിന്റെ പ്രോട്ടീൻ ഷേക്ക് വിഷ്ണു അടിപൊളിയാണ്. അത് മതി. എനിക്കിത് ഇഷ്ടമായിട്ടില്ല. തിരിച്ചു കൊടുക്കുകയാണ്. നിന്റെ പ്രായം പഴയ പോലെ തന്നെ 36 വയസ്സായില്ലേ? ആൽബർട്ടായിട്ട് കവർ ചെയ്യുന്ന കാര്യമാണ്. ഇതെനിക്ക് വേണ്ട. ഓ ഭയങ്കര ടയർഡായി. ദിവസം ഒന്ന് അവസാനിപ്പിക്കട്ടെ, വീട്ടിൽ പോവാം. വിഷ്ണു ഞാൻ എന്നോട് വിളിച്ചില്ലേ? സമയം എത്രയെന്നറിയോ? 1:15. ഉറക്കം വന്നിട്ട് പോയി എനിക്ക്. സ്റ്റിൽ യങ്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഓ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. സമയം 1:15. വർത്താനം പറഞ്ഞിരുന്ന ലേറ്റ് ആയി പോയി. കുഞ്ഞു പിള്ളേരെ പോലെ തെറ്റൊക്കെ ചെയ്യുന്നത് എന്താണ് ഒരാൾക്ക് കൊടുക്കപ്പെട്ട സാധനം? ഞാൻ ഒരിക്കലും എനിക്ക് വാങ്ങില്ല. 10 രൂപ വിലയാണോ അവിടെ മാറ്റർ ചെയ്യുന്നത്? തിരക്ക് പിടിച്ച എൻ്റെ ജീവിതത്തിന്റെ ഇടയിൽ ഞാനിന്ന് പോയി ഗിഫ്റ്റ് വാങ്ങിയില്ലേ? ലാസ്റ്റ് മിനിറ്റ് ആവുകൊണ്ടേ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് റാപ്പ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പ്രതുവും ഗീതവും നല്ല മിടുമിടുക്കന്മാരായിട്ട് ദേ നമ്മുടെ ഒരു ബ്ലാങ്കറ്റ് വെച്ചത് കവർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് അങ്ങോട്ട് നോക്കടോ. തുറക്കല്ലേ, എന്താ പറ. ആ മുഖം ഒന്ന് കാണിക്കൂ. എന്താന്ന് ഗസ് ചെയ്യൂ. ഗസ് ചെയ്ത് തുറക്കാൻ പാടുള്ളൂ. പ്ലേ സ്റ്റേഷൻ ഇനിയോ? താൻ ആരാണ്? കുറക്കണ്ടെന്ന് വെച്ചു, വാങ്ങി. 34 ഇഞ്ചോ? നല്ലോണം അങ്ങോട്ട് പണിയെടുക്കുക. റിട്ടേൺ ചെയ്യണമെങ്കിൽ ചെയ്യാൻ എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാനും പ്രതുവും കൂടെ പോയിട്ട് വാങ്ങിയിരുന്നു. ആംസ്റ്റർഡാം നൂർദിലെ മീഡിയ മാർട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും സ്റ്റോക്കിലുണ്ടായിരുന്നില്ല. ആ കാറിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു ഓർഗനൈസർ അല്ലേ, അത് ഞാൻ ചുമ്മാ ഇവിടെ ഒരു ചെറിയ കടയിൽ നിന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. ഈ മോണിറ്റർ കണ്ടപ്പോഴും വിഷ്ണു അത്ര വലിയ സർപ്രൈസ്ഡ് ഒന്നും ആയിരുന്നില്ല, കുറച്ച് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നുള്ള പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പറഞ്ഞ പോലെ സമ്മാനദാന ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ലഞ്ചും കഴിഞ്ഞു. അടിപൊളി വെതർ കേട്ടോ. ഇനി വരുന്ന ദിവസങ്ങൾ മുഴുവൻ നല്ല കിഡ്ലൻ വെതറാണ്. എൻ്റെ വായയിലേ മറ്റേ മിഞ്ച് ഉണ്ട്, അതാ. അപ്പോൾ ഇന്ന് 17 ഡിഗ്രിയാണ്. ഈ സൺഡേത്തെ വെതർ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അന്നാണ് നമ്മുടെ ജെൻഡർ റിവീൽ. പുറത്ത് വെച്ച് ചെയ്യണം എന്നാണ്, നമ്മുടെ ജെൻഡർ റിവീൽ അല്ല, കുട്ടിയുടെ ജെൻഡർ റിവീൽ പുറത്ത് വെച്ച് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ നോക്കിയപ്പോൾ 17-18 ഡിഗ്രി ഒക്കെയാണ് കാണിച്ചത്. ഇങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു. എല്ലാ ആൾക്കാരും ഒരു വർക്കിംഗ് ഡേ ആയിട്ട് വരെ
കുറേ പേര് പുറത്ത് നടക്കാനൊക്കെ വന്നിരിക്കുക, നല്ല അടിപൊളി വെതറായിട്ട്. വിഷ്ണുവിന് നേരെ ജോലിക്ക് കയറുകയാണ് അല്ലേ? എന്താടോ ആ വണ്ടി ഈ വണ്ടി ബാക്കിൽ ഫ്രണ്ടിൽ ഇരുന്നേനെ. ഇന്ന് ഉച്ചക്ക് ശേഷം എന്താണ് രാത്രി എന്താണ്? വിഷ്ണുവിന്റെ സിസ്റ്ററും അനന്തരവനും വരുന്നുണ്ടല്ലേ? കുറച്ച് എന്താ പറയാ വികൃതി കുട്ടിയാണ്. അപ്പൊ അവൻ വരുന്നുണ്ട്. അവര് ജർമ്മനിയിലാണ്, ഹാനോവർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് അവര് സിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ ജെൻഡർ റിവീലിൽ ഒന്ന് പെട്ടെന്ന് ഓടി വന്ന് പോവാന്ന് വിചാരിച്ചു അല്ലേ. അവരിന്ന് രാത്രി എത്തും. എനിക്ക് മൈഗ്രെയിനുള്ള മെയിൻ ട്രിഗർ എന്ന് പറയുന്നത് ഒന്ന് സൺലൈറ്റും ഒന്ന് ഓയിലി ഫുഡില്ലേ, ഇത് രണ്ടുമായിരുന്നു. ഇത് രണ്ടും കുറച്ചപ്പോഴാണ് എനിക്ക് മൈഗ്രെയിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പെട്ടെന്നൊരു വെതർ ചേഞ്ചും വെളിച്ചമൊക്കെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഒരു 1-2 ദിവസം ഫീൽ ചെയ്യുന്നതാണ് തോന്നുന്നു. പിന്നെ മൈഗ്രെയിൻ തുടങ്ങിയെന്ന് അറിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ തന്നെ 1-2 പാരസ്റ്റമോൾ കഴിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മാറാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ മെഡിസിൻ കഴിക്കുന്നത് പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് നീണ്ടു പോകുന്നത്. ഒരു 10-15 മിനിറ്റ് ഒരു പവർ നാപ്പ് എടുക്കാം. ഇതൊന്ന് കുടിച്ചതിന് ശേഷം ഒരു ചെറിയ തലവേദന വലിയ തലവേദന പെട്ടെന്ന് വന്നു ഒരു 15 മിനിറ്റ് കിടന്നൊന്ന് മാറുമായിരിക്കും. അധിക സമയമില്ല കിടക്കാൻ വേണ്ടിയിട്ട്. കാരണം വിധുവിനും ആരുഷിനും അവിടുന്ന് 6 മണിക്കാണ് ട്രെയിന്. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ രാത്രി 9:30-10 മണിയാകുമ്പോഴാണ് അവരെത്തുന്നത്. അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആംസ്റ്റർഡാം സെൻട്രലിൽ പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുക്ക് ചെയ്ത് വിഷ്ണു കഴിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷെ അത്രയും നേരം വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. എൻ്റെ യൂഷ്വലി ഒരു ഡിന്നർ ടൈം 7:38 ആണ്. അപ്പോൾ തന്നെ എനിക്ക് വിശക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് റൗണ്ട് ഡിന്നർ ഒറ്റയ്ക്ക് കഴിച്ച് സെക്കൻഡ് റൗണ്ട് ഡിന്നർ അവരുടെ ഒപ്പം കഴിക്കാം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യം പോയി ചിക്കൻ വാങ്ങിക്കണം. നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഇടിയപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. ഇതൊരു ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ ഒരു സാധാ ഒരു ഡേ കാണിക്കുന്ന പോലത്തെ ഒരു വ്ളോഗായി. നേരത്തെ പറഞ്ഞില്ലേ, മൊത്തത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല ആകെ മൊത്തം. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഒരു പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഈ ഗാർഡൻ മൊത്തം നമ്മൾ നാളെ ക്ലീൻ ചെയ്യുന്നതാണ്. കാരണം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ജെൻഡർ റിവീൽ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിട്ടുണ്ട്. നല്ല വെതറാണ് കേട്ടോ. ജസ്റ്റ് പുറത്ത് നിൽക്കാൻ പറ്റുന്നല്ല, നന്നായിട്ട് പുറത്ത് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ പോണ്ടില്ലേ നമ്മുടെ, ഇതിൻ്റെ അകത്ത് നമ്മളൊരു ചത്ത എലീനെ കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ മീനും ഉണ്ട്. എങ്ങനെയാണോ അതവിടെ താമസിക്കുന്നത്? അപ്പം ആ മീനിനെ എടുത്ത് നാളെ പുറത്ത് വെച്ച് ഈ വെള്ളം മുഴുവൻ മാറ്റി പുതിയ വെള്ളം ഫില്ല് ചെയ്യണം ഇതിൻ്റെ അകത്ത്. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ നമുക്ക് നാളെ വൈകുന്നേരം ചെയ്യാനുണ്ട്. തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ABC ജ്യൂസ് കുടിച്ച് ഒരു 15 മിനിറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് ബെറ്റർ ആയിട്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൻ്റെ അകത്ത് ഓക്സിജൻ കുറഞ്ഞിട്ടാണോ, പോയി നോക്കി നോക്കട്ടെ. ഐഷു ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. പുറത്തു പോവാം, നല്ല വെതറാണ്. പുറത്തു പോവാം. കുറേ കാലത്തിന് ശേഷം ഞാൻ അമൃതരാഞ്ജന ഉപയോഗിക്കണത്. ഞാൻ മറ്റേ സ്ഥിരം എന്ന് വെച്ചിട്ടായിരുന്നു നടക്കണ്ടായിരുന്നു. അമ്മേ, അത് മാറ്റിയൊരു ശീലമായിരുന്നു. കുറേ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 വർഷം. നോക്കി വിഷ്ണു ഇപ്പൊ കാണുന്നതെന്ന് കാണിച്ചു കൊടുക്കും. ഇതല്ലാതെ ഈ ടിവിയിൽ എന്തെങ്കിലും കാണാനുള്ള ഒരു ഭാഗ്യം എന്തെങ്കിലും എനിക്ക് ഉണ്ടായിരിക്കും. ഓവർ ആവശ്യമില്ല. കുറേ ആയല്ലോ വിഷ്ണുവിൻ്റെ സിസ്റ്ററെ കണ്ടിട്ട്. ഇപ്പോൾ ജർമ്മനിയിൽ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലോട്ട് വന്ന സമയത്തായിരുന്നു വിഷ്ണു ഓണത്തിൻ്റെ സമയത്ത് അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അവരുടെ കുറേ ജോലി മാറലും അവർ സിറ്റി മാറാനുള്ള പ്ലാനും എല്ലാം ആയിട്ട് അവരും തിരക്കിലായിരുന്നു, നമ്മളും തിരക്കിലായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് മൊത്തത്തിലൊരു സാഹചര്യം ഒത്തു വന്നത് അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വിധുവും മോനും മാത്രമേ വരുന്നുള്ളൂ, പ്രതുവട്ടം വരുന്നില്ല. കാരണം പുള്ളി ഇപ്പോൾ ജോലി മാറുകയാണ്. മൺഡേ പുള്ളിക്ക് ഫസ്റ്റ് ജോലിയിൽ വർക്ക് ചെയ്യണം. വിധു ആണെങ്കിൽ ഇവിടുന്ന് മൺഡേ ആണ് പോകുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിധുവും കൊച്ചും മാത്രമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വരാം. വേണമെങ്കിൽ ഒരു ജാക്കറ്റ് ആവാം. സമ്മറായി കഴിഞ്ഞാൽ സൺസെറ്റ് ഇവിടെ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആകാശത്തൊക്കെ നല്ല ഒരു ചുവപ്പും ഓറഞ്ചും കളറൊക്കെ കലർന്നിട്ടുള്ള ഒരു പ്രത്യേക ഭംഗി. എനിക്ക് സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സൺറൈസ് ഒക്കെ കാണാനുള്ള ഒരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് സൺസെറ്റിനോട് താല്പര്യം കൂടുതൽ. അപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ വീടിന്റെ അടുത്തേ ഞാൻ കാണിച്ചിട്ടില്ലേ കുറേ ലേക്കും കുറേ വീടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം, ബ്രിഡ്ജും ഒക്കെ ഉള്ള. അപ്പോൾ അവിടെ പോയി നിന്നാൽ നമുക്ക്
ക്ലിയർ ആയിട്ട് സൺസെറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. കുറച്ചും കൂടെ അങ്ങോട്ട് സ്പ്രിംഗ് സമ്മർ ഒക്കെ പോകുമ്പോൾ ഞാൻ അതൊന്നും കൂടെ കാണിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത്തവണയും കൂടെ അത് ചെയ്യാം. സമ്മറായ സൺസെറ്റിൽ അതൊരു രസമല്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരു ടർക്കി ഷോപ്പാണേ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ ഇടയ്ക്ക് വാങ്ങിക്കാറ്. നമ്മളങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഫ്രൈഡേ ആണ് കേട്ടോ ഇവിടെ ഷോപ്സ് ഒക്കെ രാത്രി ഓപ്പൺ ആയിട്ടുള്ള ദിവസം. അതുകൊണ്ടാണ് ഇന്ന് ചുറ്റുമുള്ള കടകളെല്ലാം തുറന്നിരിക്കുന്നത്. ഞാൻ വീണു വിചാരിച്ചു. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിഷുവിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഓരോ കൊല്ലം മുന്നോട്ട് പോകുന്തോറും ചിക്കൻ മാരിനേഷനിൽ വിദഗ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇടിയപ്പം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇടിയപ്പം. പിന്നെ ഇടിയപ്പം പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കും കൂടെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളൊരു കുക്കർ ചിക്കൻ കറിയും കൂടിയാണ് വെക്കുന്നത്. എല്ലാ കാര്യവും കുക്കറിലിട്ട് 2 വിസിൽ നമ്മുടെ കറി ഈസ് റെഡി. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായി കാൽക്കുലേഷൻ ഒന്ന് പോയി. ഇത് 2 ആൾക്കാർക്കുള്ള ഇടിയപ്പമാണ്. ഇവിടെയും കൂടെ ഉണ്ടാവാൻ സാധ്യത ഉള്ളൂ. അതുകൊണ്ട് സേഫ്റ്റിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഒരു 6 ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഉപ്പില്ലേ? അത് മറ്റേ വെള്ളത്തില് കല്ലുപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. വിഷ്ണുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് റൊട്ടിമാറ്റിക് അല്ലേ? ചപ്പാത്തി ഇഷ്ടപ്പെടുന്ന നല്ല പ്രൊഡക്റ്റ്. വിഷ് എക്സൈറ്റഡ് ആണോ ഇത് വരുന്നതില്? എക്സൈറ്റ്മെന്റ് ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത് എന്തിനാ? വിഷ്ണുവിന് ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ വിളിച്ച് അഭിനന്ദിക്കുക എന്നൊക്കെ അച്ചുവെച്ച് ഒരു ചെറിയ വാക്യൂമിങ്ങിലാണ് വിഷ്ണു. ഞാൻ ഫുഡ് റെഡിയാക്കട്ടെ. വിധു സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് നമുക്ക് എത്തണം. രാത്രി വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു സുഖമില്ലല്ലോ. അപ്പോൾ ഷട്ടപ്പട്ടേന്ന് റെഡിയാക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ചിക്കൻ കറി റെഡിയായി. ഞാനൊരു 2 ഇടിയപ്പം കഴിക്കട്ടെ. എനിക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ട്. അതൊരു ഫിലിം ഷോട്ടാണ്. ആ സൈഡിലിരിക്കുന്നത് മുഴുവൻ ഞാൻ നമ്മുടെ പരിപാടിക്ക് ആവശ്യമായിട്ട് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. നാളെയാണ് നമ്മുടെ ഈ ഒരു വീട് പരിപാടിക്ക് വേണ്ടി അണിഞ്ഞൊരുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഇക്രത്തിന് മെസ്സേജ് അയച്ചിട്ടില്ല, അയക്കാം. നെക്സ്റ്റ് ഡേ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട്. അല്ല മനസ്സിലായി, ഞാൻ ഓൾറെഡി അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അവര് ഇന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ ഒന്നും കൂടെ കൺഫേം ചെയ്യട്ടെ നെക്സ്റ്റ് ഡേ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നാളെയാണ് ഈ വീട് അണിഞ്ഞൊരുക്കാൻ വേണ്ടി പോകുന്നത്. വിഷ്ണു എന്തിനും അറിഞ്ഞിട്ടുണ്ടോ പരിപാടിനെ പറ്റിയിട്ട്? ഒന്നും അറിഞ്ഞിട്ടില്ല. ഇടാനുള്ള ഡ്രസ്സ് വരെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. താൻ പുറത്തേക്ക് എത്തുമ്പോഴേക്കും അവരോട് അടച്ചിട്ട് പോടോ. വിഷ്ണു കാറെടുത്ത് വന്നിട്ടുണ്ട്. അയ്യോ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. അങ്ങനെ ഭയങ്കര തണുപ്പൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി വെതർ. അപ്പൊ നമുക്ക് പോയി വിധുവിനെയും മോനെയും ഒക്കെ കൂട്ടിയിട്ട് തിരിച്ചു വരാം. നമ്മുടെ വീട്ടിൽ നിന്ന് 30 മിനിറ്റ് ആണ് കേട്ടോ ഉള്ളത്. ഇത് വെസ്റ്റർ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കാണ് സൈഡിലുള്ള. അവിടെ കണ്ടോ കാർണിവലോ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് അല്ലേ? ഓ ഇത്ര ഓ ഇവിടെ ചുമ്മാ വരാട്ടോ വിഷ്ണു, ഒന്നിലും കേറിയില്ലെങ്കിലും. ഞാൻ കേറും. ഞാൻ പ്രദൂനും ഇതിനെയും കൂട്ടി വരാം. ഞാൻ അട്ടത്തോക്കിക്കാം. നിങ്ങൾ ഇങ്ങനെ കറങ്ങണത് അല്ല, ശരിക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അട്ടത്തോക്കിക്കാം. എങ്ങണ്ടായിരുന്നു വിഷ്ണു വണ്ടി ഓടിക്കല്? പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഈ ഒരു സ്പ്രിംഗ് സമ്മർ ആയി കഴിഞ്ഞാല് കുറെ റോഡ് വർക്ക്സിന് വേണ്ടിട്ട് ക്ലോസ് ചെയ്യും. അപ്പോ നല്ല പണിയായിരുന്നു ഇങ്ങോട്ട് എത്താൻ. ഒരു 1.5 മണിക്കൂർ എടുത്തു. രാവിലെ 10 മണിനൊക്കെ ആക്റ്റീവാണ്. രാത്രി ഒരു 11 മണിക്ക് ആംസ്റ്റർഡാം സെൻട്രൽ. എല്ലാ ആൾക്കാരും ഹോട്ടലിലും കാര്യങ്ങളെ ഇതേ വിധു നിൽക്കണോ കണ്ടോ? ഇത് തിരിഞ്ഞാ നിൽക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടിയ റോഡ് പണികളെക്കാളും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വിധുവിന് കിട്ടിയ പണി. കാരണം വിധുവിനെ പകുതി വെച്ചിട്ട് സ്റ്റേഷനിൽ ഇറക്കി വിട്ട് വേറൊരു ട്രെയിൻ കയറാൻ പറയുകയൊക്കെ ചെയ്തു. അവർ നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് ഇന്നിനി പരിചയപ്പെടുത്തി ഞാൻ നിങ്ങളെയും അവരെയും എല്ലാവരും ഉപദ്രവിക്കുന്നില്ല. തൽക്കാലം നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും ജെൻഡർ റിവീൽ വീഡിയോന് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവാതെ ഇപ്പോൾ ഞാൻ ആദ്യം അതെടുത്ത് പോസ്റ്റ് ചെയ്താൽ. അപ്പോൾ നാളെയും മറ്റന്നാളുമായി നമ്മൾ ആ ഒരു ജെൻഡർ റിവീൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റ. നാളെ കാണാം കേട്ടോ ഇതേ സമയത്ത്.